ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനം. കുളുവിലെ ലാക് താഴ്വരയിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. നിരവധി കടകളും വീടുകളും തകർന്നു. കൃഷിയിടങ്ങളിൽ വ്യാപക നാശനഷ്ടം. പ്രദേശത്ത് പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി. വിവരങ്ങളുമായി സോന സുരേഷ് ചേരുന്നു. സോന, ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഹിമാചലിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. ഇന്ന് വെളുപ്പിനെ 2 മണിക്കാണ് കുളുവിലെ ലഖാട്ടി എന്ന ഗ്രാമത്തിലാണ് ഇതുപോലെ മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. ഈ മേഘവിസ്ഫോടനത്തിൽ നിരവധി വീടുകളും കടകളും അടക്കം തകർന്നിട്ടുണ്ട് എന്നൊരു വിവരമാണ് പുറത്തു വരുന്നത്. വ്യാപകമായി തന്നെ കൃഷി നശിച്ചിട്ടുണ്ട്. അതുപോലെ ഒട്ടേറെ സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുകയാണ്. ഇപ്പം NDRF സംഘങ്ങളടക്കം രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് അവിടെ. മാത്രമല്ല, ഈ മേഘവിസ്ഫോടനത്തിന് പിന്നാലെ റോഡുകൾ പാലങ്ങൾ അടക്കം ഈ പ്രളയജലത്തിൽ ഒഴുകിപ്പോയൊരു അവസ്ഥയാണ്. വളരെ കഠിനമായൊരു അവസ്ഥയാണ് ഇപ്പോൾ ഹിമാചലിൽ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, വൈദ്യുതി ലൈനുകൾ അടക്കം തകർന്നിട്ടുണ്ട്. ഹിമാചലിലെ 15 മേഖലകളടക്കം ഒറ്റപ്പെട്ടു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുറത്തു വരുന്നൊരു വിവരം എന്ന് പറയുന്നത്. എന്നാൽ ഇതുവരെയും ആർക്കും അപകടം ഉണ്ടായതായൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആളുകളെ കാണാതായതായും ഒന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. തുടർച്ചയായി മേഘവിസ്ഫോടനങ്ങളും വെള്ളപ്പൊക്കവും കാരണമെല്ലാം വലിയ പ്രതിസന്ധിയാണ് ഹിമാചലിലെ ജനങ്ങൾ നേരിടുന്നത്. അടിക്കടി ഉണ്ടാകുന്ന ഈ മേഘവിസ്ഫോടനം വളരെ വലിയ ജനജീവിതങ്ങളെ അടക്കം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇന്ന് രാവിലെ ആയിരുന്നു ഹിമാചലിലെ കുളുവിലെ ലാക് താഴ്വരയിൽ ലഖാട്ടി ഗ്രാമത്തിൽ അതുപോലെ മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. വീടുകളടക്കം പുലർച്ചെ 2 മണിയോടെ ഉണ്ടായ ഈ മേഘവിസ്ഫോടനത്തിൽ നിരവധി കടകളും വീടുകളും അടക്കമാണ് തകർന്നിരിക്കുന്നത്. ഈ പ്രളയജലത്തിൽ റോഡുകളും പാലങ്ങളും അടക്കം ഒഴുകിപ്പോയൊരു അവസ്ഥയാണ്. പ്രദേശങ്ങളിലൊന്നും തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ട്. എന്തായാലും ആളുകളെ കാണാതായതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപകടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. NDRF സംഘത്തിൻ്റെ അടക്കം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അതിന് പിന്നാലെയാണ് യമുന നദിയിൽ ജലനിരപ്പ് കൂടുകയാണ്. അപ്പം അതിൻ്റെയും മുൻകരുതലടക്കം സമീപ പ്രദേശങ്ങളുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും NDRF സംഘത്തിൻ്റെ അടക്കം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ദീപ്തി.